Hello everyone, welcome back to Xylem Learning. This is Mohammed Shajo, your English teacher. Now, today we're going to learn the appreciation of a poem. Okay, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയത്തിന്റെ ഈ പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കാൻ ഇടയുള്ള ഒരു അപ്രീസിയേഷൻ നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ പോവാണ്. അതിനു മുമ്പേ ഞാൻ നിങ്ങളെ ഒരു കോട്ട് പരിചയപ്പെടുത്താൻ പോവാണ്. ടുഡേ ഈസ് യുവർ ഓപ്പർച്യൂണിറ്റി ടു ബിൽഡ് ദ ടുമോറോ യു വാണ്ട്. എന്താ പറയുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഇന്ന് ചെയ്യണം. നാളേക്ക് വേണ്ടിയിട്ട് അത് മാറ്റി വെക്കരുത്. നാളെ നമുക്ക് അടിപൊളിയാക്കണമെങ്കിൽ ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. കാരണം നമ്മുടെ കയ്യിലുള്ള സമയം എന്ന് പറയുന്നത് ഇന്ന് മാത്രമാണ്. ഓക്കെ, ഇപ്പോൾ മാത്രമാണ്. സോ നമുക്ക് നാളെയുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുകയല്ലേ, കുറച്ച് സമയം എനിക്ക് തന്നാല് ഈ ആൻസർ അടിപൊളിയാക്കി മനസ്സിലാക്കി തരാം. ഓക്കെ, നോക്ക് ഏത് പോയതാണ് അപ്രീസിയേഷൻ ഓഫ് സോങ് ഓഫ് എ ഡ്രീം. സോങ് ഓഫ് എ ഡ്രീം എന്ന് പറയുന്ന പോയത്തിന്റെ അപ്രീസിയേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം അപ്രീസിയേഷൻ എങ്ങനെയാണ് എഴുതാന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ. അതിനകത്ത് കുറച്ച് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്ക് തന്നെ അവർ തന്നിട്ടുണ്ട്. നോക്കുക, ഇൻട്രൊഡക്ഷൻ വേണം അല്ലെ, അതിനകത്ത് നമ്മൾ ഓതറിനെ പറ്റി പറയണം, മെയിൻ തീം എന്താണെന്ന് പറയണം, ലിറ്ററൽ മീനിങ് ഉണ്ടാവണം. എന്ന് വെച്ചാൽ പാരാഫ്രൈസിങ്ങും അതുപോലെ ഇമേജറി നമ്മൾ പറയണം. ഇമേജസ് എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, അതിന്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ്, ലിറിക്കൽ ക്വാളിറ്റീസ്, സൗണ്ട്, ലിറിക്കൽ എന്ന് പറഞ്ഞ സൗണ്ട്, റൈമിങ്, അലിട്രേഷൻ, എക്സെട്ര, അസോണൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പറയാം. പിന്നെ എന്താണ് ഫിഗറേറ്റീവ് മീനിങ്സ്, ആലങ്കാരികമായിട്ടുള്ള അതിന്റെ അർത്ഥങ്ങള്, പോയറ്റിക് ഡിവൈസസ്, സിമിലി, മെറ്റഫോർ, പേഴ്സോണിഫിക്കേഷൻ എന്നൊക്കെ പറയില്ലേ, അതാണ്. മെസ്സേജ് എന്താണ് ഇത് കൺവേ ചെയ്യുന്നത്, അതിനെ നമ്മളൊന്ന് ന്യായീകരിക്കുക, ജസ്റ്റിഫൈ ചെയ്യുക. കൺക്ലൂഷൻ ഉണ്ടാവുക. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ ഓഫ് ദ പോയം, പോയം എങ്ങനെ ഉണ്ടായിരുന്നു, അതിന് കണ്ടംപററി റെലവൻസ് ഉണ്ടോ, സമകാലീന പ്രാധാന്യമുണ്ടോ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അന്വേഷിച്ച് ഒന്ന് എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, യെസ്, നമ്മുടെ അപ്രീസിയേഷൻ എന്ന് പറയാ. നമ്മൾ ഇതൊന്നും ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലിൽ അപ്രീസിയേഷൻ എഴുതാം. ഇന്ന രീതിയിൽ തന്നെ വേണമെന്നൊന്നുമില്ല. ഓക്കെ, ഞാനൊരു കവിത വായിക്കുന്നു, ആ കവിതയെ ഞാൻ എങ്ങനെ മനസ്സിലാക്കി എന്നത് എഴുതി വെക്കലാണ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ വളരെ മനോഹരമാക്കുന്ന ഒരു ഫോർമാറ്റ് ഇവിടെ തന്നു എന്നുള്ളൂ. നമുക്കൊന്ന് നോക്കിയല്ലേ, സോങ് ഓഫ് എ ഡ്രീമിനെ നമുക്ക് എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാം. ഇത് പരീക്ഷയ്ക്ക് എന്തായാലും വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു സമകാലീന പ്രാധാന്യമുണ്ട്. നമ്മളിന്ന് ജീവിക്കുന്ന സൊസൈറ്റിയിൽ ഈ പോയത്തിനൊരു പ്രാധാന്യമുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. പാര 1 ഒരു പാരഗ്രാഫ് ആയിട്ടാണ് ഞാൻ തിരിച്ചിട്ടത്. പാര 1 എങ്ങനെ പഠിക്കാം. അപ്പൊ അതിൽ കളേഴ്സിൽ, ഡിഫറെന്റ് കളേഴ്സിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ലെറ്റേഴ്സ് റെഡ് ഒക്കെ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നോക്കുക, ആരാണ് ഈ പോം എഴുതിയിട്ടുള്ളത്. സോങ് ഓഫ് എ ഡ്രീം ഇസ് എ ബ്യൂട്ടിഫുൾ ലിറിക് റിട്ടൺ ബൈ സരോജിനി നായിഡു. ഓർത്തു വെക്കുക, പേര്, ചാപ്റ്ററിന്റെ പേര്, അതുപോലെ തന്നെ ഓതറുടെ പേര് സരോജിനി നായിഡു ആണ്. ഓക്കെ, ഇറ്റ് ഇലിസ്ട്രേറ്റ്സ് ദ പോയറ്റ്സ് ലോങ്ങിങ്. ഇറ്റ് ഇലിസ്ട്രേറ്റ്സ്, ഇതിന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ദ പോയറ്റ്സ് ലോങ്ങിങ്, പോയറ്റിന്റെ അതിയായ ആഗ്രഹമാണ്, ലോങ്ങിങ് ആഗ്രഹമാണ്, ടു ഡ്വെൽ ഇൻ ആൻ ഐഡലിക് പ്ലേസ് മാർക്ക്ഡ് ബൈ ദ ആബ്സെൻസ് ഓഫ് ഈവിൾ ഓർ വൈസ്. ആബ്സെൻസ് ഓഫ് ഈവിൾ ഓർ വൈസ്, തിന്മയില്ലാത്ത, ആബ്സെന്റ് ആയിട്ടുള്ള ഒരു നല്ല ലോകത്ത് ജീവിക്കാനുള്ള ആ ഓതറിന്റെ ആഗ്രഹമാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്, ഷീ എക്സ്പ്രസസ് ഹെർ ഡിസയർ ഇൻ ദ ഫോം ഓഫ് എ ഡ്രീം. ഇത് അവര് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ, അവരുടെ ഒരു ഡ്രീമിലൂടെയാണ്. ഓക്കെ, ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ സ്വപ്നത്തെ കുറിച്ചാണ് പറയുന്നത്. And describes the idealized place as the magical woods. ആ ഐഡലൈസ്ഡ് പ്ലേസിനെ ഒരു മാജിക്കൽ വുഡ്സ് ആയിട്ട് പോയറ്റ് കാണുകയാണ്. മാജിക്കൽ വുഡ്സ് എന്ന് പറഞ്ഞാൽ മായികമായിട്ടുള്ള ഒരു ലോകം. ഓക്കെ, ഒരു വനം പ്രദേശം. ഞാൻ ചിത്രം കൊടുത്തിട്ടുണ്ട്, ആ മാജിക്കൽ വുഡിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. ഇനിയോ, മാജിക്കൽ വുഡ് ഇൻ ദ ലാൻഡ് ഓഫ് സ്ലീപ്പ്, ഉറക്കത്തിന്റെ ലോകത്തെ എന്ന് പറഞ്ഞാൽ ഡ്രീമിലെ ഒരു ഡ്രീമി വേൾഡിലുള്ള ഒരു അടിപൊളി സ്ഥലം അദ്ദേഹം കാണുകയാണ്. ഇനിയോ, ഇൻ ഹെർ ഇമാജിനേറ്റീവ് വേൾഡ്, ആ സാങ്കല്പിക ലോകത്ത്, ദ അബ്സ്ട്രാക്ട് ഐഡിയാസ് ഓഫ് ട്രൂത്ത്. അബ്സ്ട്രാക്ട് എന്ന് പറയാൻ കാരണം തൊടാനോ കാണാനോ ഒന്നും പറ്റാത്തതിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് എന്ന് പറയാ. നമുക്ക് ട്രൂത്തിനെ കാണാൻ പറ്റുമോ അല്ലെങ്കിൽ തൊടാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ട്രൂത്ത് ഇല്ലേ? ഉണ്ട്. അത് ഐഡിയ ആണ്, അബ്സ്ട്രാക്ട് ഐഡിയ ആണ്. ഈ അബ്സ്ട്രാക്ട് ഐഡിയാസ് ഓഫ് ട്രൂത്ത്, ലവ് ആൻഡ് പീസ് ആർ ക്ലിയർലി നോട്ടീസബിൾ. ഇവിടെ ആ ട്രൂത്തിനെയും ആ ലവിനെയും സ്നേഹത്തെയും അതുപോലെ സമാധാനം, പീസിനെയൊക്കെ കൃത്യമായിട്ടും കാണാം നമുക്ക് ആ സ്ഥലത്ത്. ഏത് സ്ഥലത്ത്? ഈ പറയുന്ന ഇമാജിനറി മാജിക്കൽ വുഡ്സിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞു കേട്ടോ. ഫസ്റ്റ് പാരഗ്രാഫിൽ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുള്ളൂ. സോങ് ഓഫ് എ ഡ്രീമിൽ എന്താണ് പോയറ്റ് ഉദ്ദേശിക്കുന്നത്, അവരുടെ ഒരു ഇമാജിനറി വേൾഡ് അല്ലെങ്കിൽ ഒരു
ഒരു ഡ്രീമിൽ അവർ കാണുന്ന ഒരു സാങ്കല്പികമായ സ്ഥലമാണ് പറയുന്നത് അല്ലെ. ആ സാങ്കല്പികമായ സ്ഥലത്ത് എന്തൊക്കെ ഉണ്ട്? അബ്സ്ട്രാക്ട് ഐഡിയാസ് ആയിട്ടുള്ള അവിടെ ട്രൂത്ത് ഉണ്ട്, ലവ് ഉണ്ട്, പീസ്, സമാധാനമുണ്ട് ആ മായിക ലോകത്ത്. ഓക്കെ, ഇനി നമ്മള് അപ്പൊ സരോജിനി നായിഡു മാജിക്കൽ വുഡ്സ് ത്രൂ ഔട്ട് നോക്കാം. നെക്സ്റ്റ് പാര 2 എന്താ പറയുക നോക്കാം. ഇൻ ദ പോയറ്റ്സ് ഡ്രീം, പോയറ്റിന്റെ ഡ്രീമില് ട്രൂത്ത് ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു സിംഗിങ് ബേർഡ്സ്. ട്രൂത്തിനെ ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? സിംഗിങ് ബേർഡ്സ് ആയിട്ടാണ് പറയുന്നത്. സിംഗിങ് ബേർഡ്സ്, പാട്ട് പാടുന്ന പക്ഷികൾ. ലവ് ഇൻ ടു ഗ്ലോയിങ് സ്റ്റാർസ്, സ്നേഹത്തെ തിളങ്ങുന്ന നക്ഷത്രങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്നു. ആൻഡ് പീസ് ഇൻ ടു ഫ്ലോയിങ് സ്ട്രീംസ്, സമാധാനം അരുവി പോലെ ഒഴുകുന്നു എന്നാണ് പറയുന്നത്. വി സീ ദാറ്റ് ദ പോയറ്റ് പെർസീവ്സ് ദ അബ്സ്ട്രാക്ട് ഐഡിയാസ് ഓഫ് ലവ്, ട്രൂത്ത് ആൻഡ് പീസ് ത്രൂ ഹെർ സെൻസസ്. പോയറ്റ് അവരുടെ സെൻസ് ഓർഗൻസിലൂടെ എന്തിനെയൊക്കെ എന്താ പറയാ അറിയുന്നു? ഈ പറയുന്ന അബ്സ്ട്രാക്ട് ഐഡിയാസിനൊക്കെ അറിയുന്നു. അത് ലവ് ആയിക്കോട്ടെ, ട്രൂത്ത് ആയിക്കോട്ടെ, പീസ് ആയിക്കോട്ടെ. ദ പോയം ബ്രിങ്സ് ദ ഓഡിറ്ററി ഇമേജ്. പോയത്തിൽ എന്തുണ്ട്? ഓഡിറ്ററി ഇമേജസ് ഉണ്ട്. ബേർഡ് സാങ് എന്ന് പറയുന്നത്, പക്ഷികൾ പാടുന്നു എന്ന് പറയുന്നത് ഓഡിറ്ററി ഇമേജ് ആണ്. ആസ് വിഷ്വൽ ഇമേജ് സ്റ്റാർസ് ദാറ്റ് ഗ്ലോഡ്, അല്ലെ, വിഷ്വൽ ഇമേജ് ആണ് സ്റ്റാർസ് ദാറ്റ് ഗ്ലോസ്ഡ്, കാണുന്ന പോലെ തോന്നുന്നത്. ആൻഡ് ദ സ്ട്രീംസ് ഓഫ് പീസ് ഫ്ലോ ത്രൂ ദ ലാൻഡ്, അരുവി ഒഴുകി എന്ന് പറയുന്നതും എന്തിന് എക്സാമ്പിൾ ആണ്? വിഷ്വൽ ഇമേജ്. അപ്പൊ ഇമേജസ് നമ്മൾ പറഞ്ഞു കേട്ടോ. ഇനിയോ, ദ പോയറ്റ് ബ്രിങ്സ് സ്ട്രോങ് സെൻഷ്വൽ ഇമേജറി ത്രൂ ഔട്ട് ദ പോം. പോയത്തിലുടനീളം സ്ട്രോങ് ആയിട്ടുള്ള സെൻഷ്വൽ ഇമേജറി, കാണുന്ന പോലെ, കേൾക്കുന്ന പോലെ തോന്നിക്കുന്ന നമുക്ക് നല്ലൊരു ദൃശ്യാനുഭവമൊക്കെ ആര് കൊണ്ടുതരുന്നുണ്ട്? പോയറ്റ് ഇതിനകത്ത് കൊണ്ടുതരുന്നുണ്ട്. അതും മാത്രം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞതിന്റെ ചെറിയൊരു കണ്ടിന്യൂഷൻ ആണ്. ഇമേജറിനെ പറ്റിയിട്ടാണ് സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആ ചിത്രം നിങ്ങൾക്ക് മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർസ് ഗ്ലോ ചെയ്യുന്നത്, സിംഗിങ് ബേർഡ്സിന്റെ ഒക്കെ കൊടുത്തിട്ടുള്ളത്. അത് ഓർത്തു വെച്ചാൽ മതി. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഭാഷയിൽ എഴുതാൻ പറ്റും. ഇനി മൂന്നാമത്തെ പാരഗ്രാഫ്, തേർഡ് പാരഗ്രാഫ് എന്താണ്? ദ യൂസ് ഓഫ് സിമിലി ഡിവൈസസ്, പോയറ്റിക് ഡിവൈസസിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. എന്താണ്? ദ യൂസസ് ഓഫ് ദ സിമിലി, പോപ്പി ലൈക്ക് സ്പ്രാങ്. എന്താണ് പോപ്പി ലൈക്ക് സ്പ്രാങ് എന്ന് പറയുന്ന ലൈൻ? പോപ്പി എന്ന് പറയുന്ന ഈ ചെടിയാണ്. പോപ്പി എന്ന് പറയുന്ന ആ ചുവന്ന പുഷ്പങ്ങൾ ഉണ്ടാവുന്ന ആ ചെടി. പോപ്പി ലൈക്ക് സ്പ്രാങ് എന്ന് പറഞ്ഞാല് പോപ്പി പോലെ പൊട്ടി വിളർന്നു. എന്ത്? അത് എക്സാമ്പിൾ ആണ്. എന്ത് പോലെ? ലൈക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് സിമിലിക്ക് എക്സാമ്പിൾ ആണ് അല്ലെ. പോപ്പി ലൈക്ക് സ്പ്രാങ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? സിമിലിക്ക് എക്സാമ്പിൾ ആണ്. ഇസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ഇത് ഇന്നതാണ് സിമിലി എന്ന് പറഞ്ഞാൽ പോരാ, അത് ഭയങ്കര രസകരമാണ് എന്ന് പറഞ്ഞാൽ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞു വെക്കുക. ദ പോയറ്റ് ഓൾസോ യൂസസ് മെറ്റഫേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഹേർഡ് ദ സോങ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്. സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്തിന്റെ സംഭാഷണം, സോങ്, പാട്ട് കേട്ടു എന്ന് പറയുന്നത് ഡയറക്റ്റ് കമ്പയർ ചെയ്യാണ് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്തിനെ സിംഗിങ് ബേർഡ്സുമായിട്ട്. സോ അത് എന്താണ് എക്സാമ്പിൾ ആണ്? ലൈക്ക് പറഞ്ഞിട്ടില്ലല്ലോ. ലൈക്ക് ഉപയോഗിക്കാതെ നേരിട്ടുള്ള കമ്പാരിസൺ ആയതുകൊണ്ട് മെറ്റഫർ ആണ്. ലാൻഡ് ഓഫ് സ്ലീപ്പ് ടു എൻറിച്ച് ദ ബ്യൂട്ടി ഓഫ് പോം എന്ന് പറയുന്നതും മെറ്റഫർ ആണ്. സോങ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് ഇസ് എൻ ഇൻസ്റ്റൻസ് ഓഫ് പേഴ്സോണിഫിക്കേഷൻ. സോങ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്, സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്തിന്റെ പാട്ട് എന്ന് പറയുന്നത്, സോങ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ്. മനുഷ്യന്റെ ക്വാളിറ്റി ജീവനില്ലാത്ത വസ്തുക്കളിലേക്ക് ആക്കി പറയുന്ന, അതിന്റെ ക്വാളിറ്റി ആക്കി പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാ. ഇവിടെ സോങ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അത് സാധാരണ പാട്ട് പാടാനാണ് മനുഷ്യന്മാരാണ്. ഇവിടെ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് പാടി എന്ന് പറയുമ്പോൾ പേഴ്സോണിഫിക്കേഷന് എക്സാമ്പിൾ ആണ്. ഓർത്തു വെക്കുക. ഒന്നുമില്ല, ആകെ ആ 3 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ലവിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു, അത് ട്രൂത്തിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ലവ്, ട്രൂത്ത്, പിന്നെ പീസിന് എന്തുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. ഈ കമ്പാരിസൺ ഇമേജറി ആണ്, മെറ്റഫർ ആണ്, സിമിലി ആണ്. ഓക്കെ, ഈ പേഴ്സോണിഫിക്കേഷനും ആണ്. നെക്സ്റ്റ്, അലിട്രേറ്റീവ് ലൈൻസ് ലോൺ ഇൻ ദ ലൈറ്റ്. എൽ എന്ന് പറയുന്ന ഈ സൗണ്ട് ആവർത്തിച്ചു വരുന്നതുകൊണ്ട്, ആദ്യത്തെ തന്നെ ആവർത്തിച്ചു വരുന്നതുകൊണ്ട് അലിട്രേഷൻ എന്ന് പറയാൻ നോക്ക്. ഓക്കെ, അലിട്രേഷൻ ആസ് കോൺസണന്റ് സൗണ്ട്സ് അടുത്തടുത്ത വാക്കുകളിലായിട്ട് എന്ത് ചെയ്യുക? ഒരു വരിക്കകത്ത് ആവർത്തിച്ചു വരികയാണെങ്കിൽ, ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട്സ് ആവർത്തിച്ചു വരികയാണെങ്കിൽ നമുക്ക് അതിനെ അലിട്രേഷൻ എന്ന് വിളിക്കാം. സോ അലിട്രേറ്റീവ് ലൈൻസ് ലോൺ ഇൻ ദ ലൈറ്റ്. ഗ്യാദർ ഗ്ലീം, സൗണ്ട് വരുന്നുണ്ട് അല്ലെ, ജി വരുന്നില്ലേ, എന്ന് പറയുന്നത് ഗ്യാദർ ഗ്ലീം എക്സെട്ര ബ്രിങ്സ് ദ സെൻസ് ഓഫ് റിതം ഇൻ ദ പോം.
ഇത് റിതം കൊണ്ടുവരുന്നുണ്ട് പോയത്തിൽ റിതം. അപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞു, ഇതിനകത്തുള്ള ഇമേജറിനെ പറ്റി പറഞ്ഞു, സിമിലി മെറ്റഫോർ പേഴ്സോണിഫിക്കേഷൻ പറഞ്ഞു, അതുപോലെ തന്നെ ഇതാ ഇവിടെ അലിട്രേഷൻ പറഞ്ഞിരിക്കുന്നു, അതുപോലെ നമ്മുടെ റിതം അതിന്റെ അലിട്രേഷൻ റിതമാണ് പറയുന്നത്, റിതം താളം, അതാണ് റിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പാരഗ്രാഫ് 3 നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞു. ലാസ്റ്റ് പാരഗ്രാഫ് ആണ്, 4th പാരഗ്രാഫ് ആണ്, ദ മെസ്സേജ് ആണ് നമ്മളവിടെ പറയാൻ പോകുന്നത്. ദ മെസ്സേജ് ദാറ്റ് ദ പോയറ്റ് വാണ്ട്സ് ടു കൺവേ ഈസ് അബൌട്ട് ദ പോസിബിലിറ്റി, സാധ്യത. ദ മെസ്സേജ് ദ പോയറ്റ് വാണ്ട്സ് ടു കൺവേ, പോയറ്റ് പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്താന്ന് വെച്ചാൽ ഈസ് അബൌട്ട് ദ പോസിബിലിറ്റി, സാധ്യതയാണ്, for the peaceful and harmonious coexistence of all human beings in the world by creating a heaven-like perfect place. ഒരു സ്വർഗരാജ്യം പോലെയുള്ള ഒരു പെർഫെക്റ്റ് പ്ലേസ് ഉണ്ടാക്കുകയും അവിടെ സകലമാന ആളുകളും സന്തോഷത്തോടു കൂടിയിട്ട്, ജീവജാലങ്ങളും സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലത്തെ കുറിച്ചാണ് പോയറ്റ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്, സങ്കല്പിക്കുന്നത്. All the main qualities of truth, love and peace must fill over the surface of the earth for this. ഈ ഒരു സ്വർഗരാജ്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ക്വാളിറ്റീസ് ആയിട്ടുള്ള ട്രൂത്ത്, ലവ്, പീസ് ഈ ഭൂമിക്ക് മുകളിൽ വിതറേണ്ടതുണ്ട്. ദ പോയം ഇസ് എക്സ്ട്രീംലി റെലവെന്റ്. ഈ പോയം വളരെയധികം പ്രസക്തമാണ്, റെലവെന്റ് ആണ്. ഇൻ ടുഡേസ് കോണ്ടെക്സ്റ്റ്, അത് അണ്ടർലൈൻ ചെയ്യണം. ടുഡേസ് കോണ്ടെക്സ്റ്റ്, ഇന്നത്തെ ഒരു സാഹചര്യത്തില് റിലീജിയസ് ഇൻടോളറൻസ്, കാരണം ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ റിലീജിയസ് ഇൻടോളറൻസ് അല്ലെ, ഈ അസഹിഷ്ണുത, മതങ്ങളുടെ മേലുള്ള അസഹിഷ്ണുത, സബ് നാഷണലിസം, ഹോണർ കില്ലിംഗ്, ഓക്കെ, atrocities against women, സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ, ആൻഡ് ചിൽഡ്രൻ, ആൻഡ് വേരിയസ് അതർ ഹേറ്റ് ക്രൈംസ് ടേക്സ് പ്ലേസ് ഇൻ ആൻ അലാമിംഗ് റേറ്റ്. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? റിലീജിയസ് ഇൻടോളറൻസ്, സബ് നാഷണലിസം, ഹോണർ കില്ലിംഗ്. ഈ ഹോണർ കില്ലിംഗ് എന്ന് പറഞ്ഞാൽ ദുരഭിമാനക്കൊലയാണ് കേട്ടോ. കൊലയ്ക്കാണ് നമ്മൾ എന്താ പറയാ, ദുരഭിമാനം കൊണ്ട് ആളുകളെ കൊല്ലുന്ന ഒരുപാട് പരിപാടികൾ നിങ്ങൾ കേസുകളൊക്കെ നിങ്ങൾ പത്രങ്ങളിലൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഏതായാലും അതൊക്കെ ഒന്നും ഓർമ്മയില്ലെങ്കിൽ ചിലതെങ്കിലും നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ, ഇന്ന് വളരെ പ്രസക്തമായിട്ടുള്ള സാധനമാണ് അല്ലെ. സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും നടത്തുന്ന കൊലപാതകങ്ങൾ പോലെയുള്ള, അല്ലെങ്കിൽ വളരെ അട്രോസിറ്റീസ്, അവർക്ക് അക്രമങ്ങൾ. ഓക്കെ, ദെൻ we can conclude by saying that, നമുക്കിത് ചുരുക്കി പറയാം എങ്ങനെ? By saying that the poet exhorts us to create a heaven-like perfect place where everyone lives harmoniously as a single but a great human family. പോയിന്റ് ഇവിടെ എക്സോട്ട് ചെയ്യുന്നത് എന്താ, ആഹ്വാനം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഹെവൻ ലൈക്ക് പ്ലേസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അവിടെ എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ട്, വളരെ ഹാർമണിയസ്ലി, സൗഹാർദ്ദപരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഹ്യൂമൻ ഫാമിലി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം നമ്മൾ എന്ത് ചെയ്യണം? ഹെവൻലി പ്ലേസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എത്രത്തോളം അത്യാവശ്യമാണ് എന്നതാണ് പോയറ്റ് ഇവിടെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. റെഡിയല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. 4 പാരഗ്രാഫും ബൈഹാർട്ട് ഒന്നും പഠിക്കേണ്ട, പക്ഷെ എന്നാലും അതിനകത്തുള്ള പോയിന്റ്സ് മനസ്സിലാക്കി വെക്കുക. അതിന് നിങ്ങൾ കളേഴ്സ് ഒക്കെ ഉപയോഗപ്പെടുത്തുക, ഇമേജസ് ഒക്കെ ഉപയോഗപ്പെടുത്തുക. വളരെ സിമ്പിളാണത്. ഓക്കെ, പരീക്ഷയ്ക്ക് എന്തായാലും വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.